ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. മോളിക്കുട്ടിയെ നീ മോളെ വേദനിപ്പിക്കുക. ഏയ് ഇല്ല സർ, ഇങ്ങനെ ഇക്കലാക്കി കൊടുത്താലേ ഇവള് നിയന്ത്രണം വിട്ട് ചിരിക്കും. ചിരിക്കടി, ചിരിക്ക്, ചിരിക്കാൻ. അമ്മയും മോളും വലിയ പണക്കാരല്ലേ? ഇപ്പൊ പെട്ടുകിടക്കുന്ന അവസ്ഥയിന്ന് അവളെ രക്ഷിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാ അത് അവളുടെ അമ്മ ചെയ്തോളും. മോളിനി ആ വഴിക്ക് പോകണ്ട, കേട്ടല്ലോ? പക്ഷെ ഗോപാലേട്ട, അതിനൊരു പ്രശ്നമുണ്ടല്ലോ. ശ്രീനിവാസൻ സാറിനെ സംബന്ധിച്ച് കാലൊടിഞ്ഞു കിടക്കുന്നത് കൃഷ്ണയാ. ഗാഥ ശ്രീനിവാസൻ സാറിന്റെ മുന്നിൽ കിടക്കുമ്പോ ഒരു കാരണവശാലും കൃഷ്ണയ്ക്ക് അവിടെ പോകാൻ പറ്റില്ല. ഞാനും അത് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഗാഥ ഈ കിടപ്പ് ഇവിടെ കിടക്കില്ല. അവള് ചാടും, അല്ലെങ്കിൽ അവളുടെ അമ്മ അവളെ ചാടിക്കും. എന്തായാലും നാളെ നേരം വിളിക്കട്ടെ, അത് കഴിഞ്ഞൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അതുവരെ മോൾ ഇവിടെ തന്നെ നിൽക്കേ. എല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ വേഷം കിട്ടിയത് പോലെയല്ല അച്ഛന്റെ മുന്നിൽ വേഷം കിട്ടുന്നത്. ഗാന്ധി എന്നെയും അച്ഛൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാ ഇപ്പോ അച്ഛൻ എന്നോട് കാണിക്കുന്ന സ്നേഹം പോലും ഇല്ലാതാവും. എന്തായാലും തൽക്കാലം ഇത് രഹസ്യമായിട്ട് സൂക്ഷിച്ചേ പറ്റും മോളെ. മോളിപ്പോ വേറൊന്നും ആലോചിക്കണ്ട. ഹോസ്പിറ്റലിൽ മോളിക്കുട്ടി ഉണ്ടല്ലോ, അവിടുത്തെ കാര്യങ്ങൾ മോളിക്കുട്ടി നോക്കിക്കോളും. ഇനി ഗാഥ കിടന്ന് ബഹളം വെച്ചാലും 2 എണ്ണം കൊടുക്കാനും അവള് മടിക്കില്ല. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, മോള് സ്വന്തം ഇഷ്ടത്തിനാണോ കൊല്ലാൻ ഇറങ്ങിയത്, അതോ മമ്മി പറഞ്ഞയച്ചതാണോ മോളെ? അല്ല, നിന്റെ മമ്മി അതിനും മടിക്കില്ല. കാരണം സ്വന്തം ജീവൻ വരെ പണയം വെച്ച് നിനക്കൊക്കെ ഇത്രയും ഉപകാരം ചെയ്തിട്ട് കൃഷ്ണയെ ദ്രോഹിക്കാവുന്ന തരത്തിലൊക്കെ ദ്രോഹിച്ചതല്ലേ നീയും മമ്മിയും കൂടെ? എടി, ഒരല്പം മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ അവളെ കൊല്ലാൻ വേണ്ടി നീ രാത്രിയിൽ ഇറങ്ങുമായിരുന്നോ? കടന്നു പൊക്കോണം എന്റെ മുന്നിന്ന്, ഇല്ലെങ്കിൽ ഞാൻ തല്ലി കൊല്ലും. കൊല്ലാന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ വന്നാ മതി, നിന്റെ അടുത്ത കാലം കൂടെ ഞാൻ തല്ലി ഓടിക്കും. മനസ്സിലായടി? എന്താ മോളിക്കുട്ടി? ഒന്നുമില്ല സാറേ, കാലിന്റെ വേദന കുറഞ്ഞപ്പോ കൃഷ്ണയുടെ ഓരോ കുസൃതികള് അല്ലേ കൃഷ്ണേ? ചില നേരത്തെ ഈ കൃഷ്ണയുടെ തമാശ കേട്ടാലുണ്ടല്ലോ സാറേ, നമ്മുടെ നിയന്ത്രണം വിട്ടുപോവും. പിന്നെ ഞാനെങ്ങനെ നിയന്ത്രണം വിട്ട എന്താ ചെയ്യാന്നറിയോ? ഞാൻ ഇവളുടെ ചെവി രണ്ടും ഇങ്ങനെ കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ 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 ഇങ്ങനെ. മോളിക്കുട്ടിയെ നീ മോളെ വേദനിപ്പിക്കുക. ഏയ് ഇല്ല സാർ, ഇങ്ങനെ ഇക്കലാക്കി കൊടുത്താലേ ഇവള് നിയന്ത്രണം വിട്ട് ചിരിക്കും. ചിരിക്കടി, ചിരിക്ക്, ചിരിക്കാൻ. ചിരിക്കാനല്ലേ പറഞ്ഞേ? മോളിക്കുട്ടി പറഞ്ഞത് സത്യ. ഇത്രയും വേദനക്കിടയിലും മോളെ ചിരിപ്പിക്കാൻ മോളിക്കുട്ടിക്ക് പറ്റുന്നുണ്ട്. ആ, എന്നാ നടക്കട്ടെ നിങ്ങളുടെ രണ്ടാളുടെയും കുസൃതി. ആ മൂർത്തി, ഇതാ നിനക്ക് കിട്ടാൻ പോകുന്ന ട്രീറ്റ്മെന്റ്. കൃഷ്ണയെ വേദനിപ്പിച്ചതിന് നീ ഇവിടെ കിടന്ന് അനുഭവിക്കും. ഹലോ മമ്മി. എവിടെയാ മോളെ? ഞാനേ മമ്മി അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു.
മമ്മി ടെൻഷൻ ആവരുത്. എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റോ? എവിടെ വെച്ച്? എന്നിട്ട് ഇപ്പൊ നീ എവിടെയാ? മമ്മി ഒന്ന് കൂളാവ്. എന്റെ കാലിനൊരു ചെറിയ പരിക്കുണ്ട്. എന്താ മോളി നീ പറയുന്നേ? നീ ഇപ്പൊ എവിടെയാന്ന് പറ. അത് മമ്മി എന്നെയും കൊണ്ടെന്ന് ഒരു നാഗക്ഷേത്രത്തിൽ വന്നില്ലേ, ആ ഗ്രാമത്തിലുള്ള. ആ, ചങ്ങാതിക്കടവ്. ആ, അത് തന്നെ. ഗാഥമോളെ, അവിടെ നിന്നല്ലേ കൃഷ്ണയും മോളിക്കൂടി കൊണ്ട് നിന്നെ പറഞ്ഞു വിട്ടത്? പിന്നെ തിരിച്ചെന്തിനാ നീ അങ്ങോട്ട് പോയത്? അത് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അവളുടെ അടുത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. അത് ഈ സ്ഥലം തന്നെയായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ ശരിക്കും നീ എവിടെയാ ഉള്ളത്? ഇവിടെ അടുത്തൊരു ചെറിയ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെയാ. എനിക്കിവിടെ പറ്റുന്നില്ല മമ്മി. മമ്മി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തണം. ഞാൻ ഉടനെ വരാം. ആ ഫോണിങ് തന്നെ സത്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം. ആരാ മോളെ ഇത്? ഇതൊരു ചെറിയ ഹോസ്പിറ്റൽ അല്ലേ മമ്മി? തൊട്ടടുത്ത് കിടക്കുന്ന ആരോ ആണ്. മമ്മി പെട്ടെന്ന് വന്നേ. ഞാൻ ഉടനെ വരാം. സിനി, സിനി. കൂട്ടുകാരിയുടെ കൂടെയുള്ള യാത്ര അല്ലേ? മറ്റുള്ളവരോട് കള്ളം പറയുന്നത് ഓക്കെ, സ്വന്തം അമ്മയോടെങ്കിലും സത്യങ്ങൾ തുറന്ന് പറയായിരുന്നില്ലേ? അല്ല, മമ്മി വന്നാലും ഗാദി ഇവിടുന്ന് എങ്ങനെ പോകും? അനിയൻ സാർ ഇവിടുണ്ടേ. അല്ല, കൃഷ്ണ പകരം ഈ ബെഡിലില്ലാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ അനിയൻ സാറ് സമ്മതിക്കോ? ഇവിടെ ആരെങ്കിലും പകരം ഉണ്ടായില്ലെങ്കിലും ഞാൻ പോവും. പിന്നെ നിനക്ക് പകരം ഒരാള് വേണമെന്നുണ്ടെങ്കിലേ പോയി നിന്റെ കൂട്ടുകാരിയില്ലേ, അവളുടെ കാല് തല്ലി ഓടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിക്കോ. എന്നിട്ടേ അച്ഛനും മോളും ഇങ്ങനെ സ്നേഹിച്ചിരിക്കട്ടെ. നന്നായി. അടിച്ചവനെ നിന്റെ കാലിനല്ലായിരുന്നു അടിക്കേണ്ടത്, നിന്റെ വായിക്കോ. വിഷോ തുപ്പുന്നത് മുഴുവൻ. ദേ, നിന്റെ കൂട്ടുകാരി അത്ര നല്ലവളൊന്നുമല്ല. എനിക്കിങ്ങനെ വിഷം ഉള്ളിൽ വെച്ച് ചിരിക്കാനും അറിയില്ല. ദേ, അവളെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, മമ്മി വരുമ്പോഴേ പൊന്നുമോളുടെ ഒരു എല്ല് പോലും ഞാൻ ബാക്കി വെക്കില്ല, പറഞ്ഞേക്കാം. കാലിന് പരിക്കുണ്ടെന്ന് പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. കൂടെ ആരെങ്കിലും ഉണ്ടോ അതും അറിയില്ല. മാം, ചങ്ങാതിക്കടവിലേക്ക് ഗാഥ മാഡം തിരിച്ചു പോയെന്ന് പറയുന്നത് ഫ്രണ്ടിന്റെ കൂടെയാണെന്നൊന്നും എനിക്ക് വിശ്വാസം തോന്നുന്നില്ല. അതല്ലാതെ വേറെന്തെങ്കിലും നടന്നെങ്കിലോ? എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് അവളുടെ അടുത്തെത്തണം സിനി. ഇനി എത്ര ദൂരം യാത്ര ചെയ്യണം അങ്ങോട്ട്? ആ നേരം വരെ എന്റെ മോളോടെ തനിച്ച്. മാം, ആ ഹോസ്പിറ്റല് കൃഷ്ണയുടെ വീടിന്റെ അടുത്താ. മാം ഒന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എത്തുന്നതിന് മുമ്പ് ഗാഥയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് കൃഷ്ണ ചെയ്യും. മാം പറഞ്ഞ കൃഷ്ണ അനുസരിക്കും, അത് ഉറപ്പാ. ശരി, ഞാൻ അവളെ ഒന്ന് വിളിക്കാം.